1528 അധിനിവേശ ശക്തികൾ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ലവകുശന്മാർ സ്ഥാപിച്ച മഹാക്ഷേത്രം തകർക്കുന്നത്. അന്ന് സൂര്യവംശ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ ബാബറുടെ സൈന്യവുമായി ഏറ്റുമുട്ടുകയും ക്ഷേത്രം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഐതിഹാസികമായ പോരാട്ടം നയിക്കുകയും ചെയ്തു. അന്ന് അയോധ്യയിലെ സൂര്യവംശ വിഭാഗക്കാർ എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട്. തലപ്പാവും തൂകൽ ചെരുപ്പും അതോടൊപ്പം തന്നെ കുടയും ഇനിയും എപ്പോഴാണോ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുന്നത് അപ്പോൾ മാത്രമേ തങ്ങളിതെല്ലാം ഉപയോഗിക്കൂ എന്നതായിരുന്നു ആ പ്രതിജ്ഞ. ആ പ്രതിജ്ഞയുടെ കാലഘട്ടം ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. നമുക്കറിയാം, അയോധ്യയിലെ രാമജന്മഭൂമിയിൽ അഭിമാന മന്ദിരം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു, പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു. അതിനാൽ അയോധ്യയിലെ സൂര്യവംശ വിഭാഗക്കാർ ഇപ്പോൾ നമുക്ക് കാണാം അവരുടെ അഭിമാന ബോധത്തിൻ്റെ അടയാളമായിട്ടുള്ള തലപ്പാവ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട അവർ ചൂടില്ല എന്നതായിരുന്നു പ്രതിജ്ഞ. ആ കുട ചൂടിത്തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രപരമായ വസ്തുത എന്നുള്ളത്. हमारे बाबा जब वीर बांकी ने जो है मतलब सैनिक साथ आया जो है मंदिर को गिरवा दिया तो उन्होंने 2 दिन में अपना जो है सेना लेकर जो मतलब गोलियाए क्षत्रिय सूर्यवंश को और गोलिया कर लेकर गए। तो यहाँ हमारे दर्शन नगर बाज़ार के पास एक बाज़ार है, वहाँ सूर्य कुंड का पोखरा है, हमारे कुल देवता सूर्य भगवान का मंदिर है। वहीं उन्होंने कसम खाई कि जब तक हम अपने रामलला को आज़ाद नहीं करा लेंगे तब तक सिर पर पगड़ी नहीं धारण करेंगे, पैर में चमड़े के जूता नहीं पहनेंगे और छतरी नहीं लगाएंगे और मंडक नहीं छाया जाएगा। ये उनकी प्रण थी। हाँ, बिल्कुल खुश हैं जो हमारे भगवान अब अपने घर में स्थापित होने जा रहे हैं। जो हमारे पूर्वजों की जो प्रतिज्ञा थी वो पूरी हुई और हम लोग कल सूर्यकुंड पे पगड़ी पूजन करके वहाँ पे पगड़ी भी धारण किए हैं और अब चमड़े का जूता भी पहनेंगे और छाता भी लगाएंगे. എന്തായാലും ഈ സൂര്യവംശ വിഭാഗത്തിൽപ്പെടുന്നവർ അയോധ്യയിലെ 112 ഗ്രാമങ്ങളിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ച കൊച്ചു ബാലൻ മുതൽ പ്രായമുള്ളവർ വരെ വിവിധ തലമുറയിലുള്ള സൂര്യവംശ വിഭാഗത്തിലെ പ്രതിനിധികളാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. 1528 ബാബറുടെ സൈന്യാധിപൻ മിർബാക്കിയുമായി ഈ വിഭാഗം വലിയ ഏറ്റുമുട്ടൽ നടത്തി. എന്നാൽ പൂർണ്ണമായി അന്ന് ക്ഷേത്രം മോചിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്നെടുത്ത ആ ഒരു പ്രതിജ്ഞയുടെ ദിവസമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് 22-ന് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അന്നത്തെ പകൽ സമയം ഹോളിയും രാത്രിയിൽ സൂര്യവംശ വിഭാഗക്കാർ ദീപാവലിയും ആഘോഷിക്കും. ഈ സമയം സംജാതമാക്കുന്നത് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥുമാണ് എന്ന കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അയോധ്യയിലെ സൂരജ് കുണ്ടിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.